ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ അംബിയ ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ഇബ്രാഹീമിൻ്റെ കഥ പറയുന്നിടത്തു നിന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇബ്രാഹീമിൻ്റെ കഥയടക്കം കുറേ നബിമാരുടെ കഥകൾ ചിലത് കുറച്ച് വിസ്തരിച്ചും ചിലത് വളരെ ചുരുക്കിയും ചിലത് കേവലം പരാമർശങ്ങൾ മാത്രം നടത്തിയും കടന്നു പോകുന്ന ഒരധ്യായമാണ് സൂറത്തുൽ അംബിയ. അങ്ങനെ അംബിയാക്കളായ കുറേ ആളുകളുടെ പരാമർശം ഉള്ളതുകൊണ്ടാണ് ഈ സൂറത്തിന് അംബിയ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇതിൽ ചില കഥാപാത്രങ്ങളെക്കുറിച്ച് ഒരു മേൽവിലാസവുമില്ല. വ്യാഖ്യാതാക്കൾക്ക് തന്നെ ഇതാരാണ് എന്താണ് എന്നറിയില്ല. ചിലത് ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ള ചില പുരോഹിതന്മാരെയും മറ്റു പലതരത്തിലുള്ള കഥാപാത്രങ്ങളെയും ഒക്കെ ഇതിനകത്ത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു കഥയിൽ ഒരു പേര് കേട്ടാൽ അതൊക്കെ നബിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ ഒരു രീതി. ആ നബിമാരൊക്കെ മുഹമ്മദ് പറഞ്ഞ ഈ കഥ പറഞ്ഞവരാണ് എന്നും മുഹമ്മദിനെ പോലെ വന്ന തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരാണ് എന്നും ഒക്കെയുള്ള നുണക്കഥകളാണ് ഖുർആനിലുടനീളം മുഹമ്മദ് ആവർത്തിക്കുന്നത്. അത് തന്നെയാണ് ഈ അധ്യായത്തിലൂടെയും പറയുന്നത്. നമ്മൾ ഇബ്രാഹീമിൻ്റെ കഥയാണ് പറഞ്ഞ് നിർത്തിയത്. ആ കഥ പൂർത്തിയാക്കിയിട്ടില്ല. അതിൽ അള്ളാഹു വലിയൊരു അത്ഭുതം കാണിച്ചുകൊണ്ട് ഇബ്രാഹീമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നിടത്താണ് നമ്മൾ നിർത്തിപ്പോയത്. ഇബ്രാഹീം വലിയൊരു അക്രമ പ്രവർത്തനം നടത്തി. ആ അക്രമ പ്രവർത്തനത്തെ ന്യായീകരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അതിനെ അനുകരിച്ചുകൊണ്ട് മുഹമ്മദ് മക്കയിലും അതേ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഖുർആൻ ക്ലാസ്സിനെ തുടർന്ന് ഞാൻ ഇതിൻ്റെ അനുബന്ധമായിട്ട് അള്ളാഹു ജീവിച്ചിരിപ്പില്ല എന്ന പേരിൽ ചെയ്ത മറ്റൊരു വീഡിയോയിലും വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഈ അത്ഭുതം കാണിക്കുന്ന അള്ളാഹുവിനെ നമ്മൾ മുഹമ്മദിൻ്റെ മരണശേഷം എവിടെയും കണ്ടിട്ടില്ല എന്ന് നമ്മൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തു. മുഹമ്മദിൻ്റെ സ്വന്തം മക്കളെയും പേരമക്കളെയും ഉൾപ്പെടെ ആ കുടുംബത്തിലുള്ള പാരമ്പര്യത്തെ തന്നെ വേരറുക്കുന്ന രീതിയിൽ മുഹമ്മദിൻ്റെ ശത്രുക്കളായിരുന്ന അബൂ സുഫിയാൻ്റെയും മറ്റും മക്കൾ ഭീകരമായ ആക്രമണങ്ങൾ അയച്ചു വിട്ടപ്പോഴും അവരെയെല്ലാം കൊന്നൊടുക്കിയപ്പോഴും അതിക്രൂരമായിട്ട് അവരെയൊക്കെ ഇല്ലാതാക്കിയപ്പോഴൊന്നും അള്ളാഹുവിൻ്റെയോ അള്ളാഹുവിൻ്റെ മലക്കുകളുടെയോ ഒന്നും ഒരു വിരലനക്കം പോലും നമ്മൾ ലോകത്തെവിടെയും കണ്ടിട്ടില്ല. ഇവിടെ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് ഇബ്രാഹീമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നും അതേപോലെ മറ്റൊരു അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് കഅബ മുശ്രിക്കുകളുടെ കേന്ദ്രമായിരുന്ന സമയത്ത് അനേകം വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചിരുന്ന സമയത്ത് അത് ആക്രമിക്കാൻ വന്ന ഒരു തൗഹീദിൻ്റെ ആളെ അള്ളാഹു അബാബീൽ പക്ഷികളെ കൊണ്ട് ചുടുകട്ടെറിയിച്ച് ഓടിച്ചു എന്ന് പറയുന്ന കഥയൊക്കെ ഈ ഖുർആനിലുണ്ട്. തൗഹീദിൻ്റെ ആൾ വന്നിട്ട് സിർക്കിൻ്റെ ആലയം ആക്രമിക്കുമ്പോൾ ആ സിർക്കിൻ്റെ ആലയം രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു അത്ഭുതം പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന കഥയൊക്കെയാണ് ഖുർആനിലുള്ളത്. എന്നാൽ അതേ കഅബയിൽ പിന്നീട് അതിനേക്കാളും എത്രയോ ഭീകരമായിട്ടുള്ള ആക്രമണം നടത്തി കഅബ പരിപൂർണമായി തകർത്തെറിഞ്ഞ് കഅബയുടെ പരിശുദ്ധി മുഴുവൻ നശിപ്പിച്ച് അവിടെ മനുഷ്യൻ്റെ ശവം കുന്നുകൂട്ടി സംസം കിണറടക്കം മനുഷ്യൻ്റെ ശവം അഴുകി ആകെ നാറ്റിച്ച് ആ നാട് മൊത്തം ആ മക്ക എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മുഴുവൻ പരിശുദ്ധിയും ഇല്ലാതാക്കിയ സംഭവം 10-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുണ്ട്. അബൂ താഹിറുൽ ജന്ദബി എന്ന് പറയുന്ന ഒരു അക്രമി ബഹ്റൈനിൽ നിന്ന് വന്നിട്ട് ഈ കഅബ തകർത്തിടുകയും അവിടെ ഹജ്ജിന് വന്നിരുന്ന മുഴുവൻ ആളുകളെയും കൊന്ന് ഇതുപോലെ ശവം കുന്നുകൂട്ടിയിടുകയും ചെയ്ത കഥയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോഴും അള്ളാഹുവിൻ്റെ അബാബിൽ പക്ഷികളെയോ അള്ളാഹുവിനെയോ അള്ളാഹുവിൻ്റെ മലക്കുകളെയോ പരിസരത്തെവിടെയും നമ്മൾ ആരും കണ്ടില്ല. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഇറാനിലെ വിപ്ലവം നടന്നതിന് ശേഷം അവിടുന്ന് വന്ന ഷിയാക്കൾ കഅബയിൽ കയറി അക്രമം നടത്തി 500 പേര് വന്നിട്ട് കഅബ പിടിച്ചടക്കി. ആ സമയത്തും അള്ളാഹുവിൻ്റെ മലക്കുകളല്ല അക്രമികളെ കീഴ്പ്പെടുത്തിയത്. സൗദി അറേബ്യയുടെ പോലീസും പട്ടാളവുമാണ് അവിടെ തോക്കും പോയിട്ട് അവരെ വെടിവെച്ച് കഅബയിൽ ചോര ചിന്തിക്കൊണ്ട് അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഈ അത്ഭുത കഥകൾ അള്ളാഹു കാണിച്ചു എന്ന് പറയുന്ന അത്ഭുത കഥകളൊക്കെ പൊട്ടക്കഥകൾ മാത്രമാണ് എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് നമ്മുടെ കൺമുമ്പിൽ ധാരാളം നമ്മൾ കാണുന്നത്. ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമുക്ക് ഈ ഇബ്രാഹീമിൻ്റെ കഥ 63-ാമത്തെ വാക്യത്തിൽ താൽക്കാലികമായി പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നിന്ന് ബാക്കി കാര്യങ്ങൾ വായിച്ചു പോവാം. 64-ാമത്തെ വാക്യം. അപ്പോൾ അവർ തങ്ങളുടെ മനസ്സുകളിലേക്ക് മടങ്ങി എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ തന്നെയാണ് അക്രമികൾ. പിന്നെ അവർ തലകുത്തനെ മറിഞ്ഞ്
ഇവർ സംസാരിക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്നാൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് യാതൊരു ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ ചെയ്യാത്തതിനെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ? ഇത് വിഗ്രഹങ്ങളെ തച്ച് ഉടച്ചതിന് ശേഷം ഇബ്രാഹിം അവിടുത്തെ ആൾക്കാരോട്, സ്വന്തം ബാപ്പ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് യുക്തിവാദം പറയുകയാണ്. ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലൊന്നും ഒരർത്ഥമില്ലെന്നും ഈ വിഗ്രഹങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ പോലും കഴിവില്ല എന്നുമൊക്കെ പ്രായോഗികമായി തെളിയിച്ചുകൊണ്ട് വിഗ്രഹം തച്ചുടച്ച് അക്രമം കാണിച്ചുകൊണ്ട് ഇബ്രാഹിം അവിടെ വലിയ വർത്തമാനം പറയുന്നതിൻ്റെ രംഗമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടുവെങ്കിലും അവരവരുടെ പാരമ്പര്യം വിടാൻ തയ്യാറില്ലാത്തതുകൊണ്ട് പിന്നീട് അവരെന്ത് ചെയ്യുന്നു? പിന്നീട് അവർ പറഞ്ഞു, 68-ാമത്തെ വാക്യം, അവർ പറഞ്ഞു, ഇവനെ നിങ്ങൾ ചുട്ടരിക്കുവിൻ, നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ വല്ലതും ചെയ്യുന്നവരാണെങ്കിൽ. അങ്ങനെ തീക്കുണ്ടമുണ്ടാക്കി ഇബ്രാഹിമിനെ ഇവരെല്ലാവരും കൂടെ പിടിച്ചു കെട്ടി തീയിലിട്ടു എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ അള്ളാഹു അത്ഭുതം കൊണ്ട് ഓടി വന്നു. എന്നിട്ട് അള്ളാഹു എന്താ ചെയ്യുന്നത്? നാം പറഞ്ഞു, തീയേ നീ ശീതളവും ഇബ്രാഹീമിന് രക്ഷയുമായി തീരുക എന്ന്. അദ്ദേഹത്തെ കൊണ്ട് അവർ ഒരു തന്ത്രം ഉദ്ദേശിച്ചു, എന്നാൽ നാം അവരെ തന്നെ ഏറ്റവും നഷ്ടപ്പെട്ടവരാക്കി. ഇത് കഥയുടെ ചുരുക്കമാണ്. തീയിൽ നിന്ന് അള്ളാഹു അത്ഭുതകരമായി ഇബ്രാഹീമിനെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇബ്രാഹീമിൻ്റെ കഥ അവിടെ അവസാനിപ്പിച്ച് ഇനി ബാക്കിയുള്ള നബിമാരുടെ കഥകൾ ഇങ്ങനെ തുരുതുരാ പറയുകയാണ് ഈ അധ്യായത്തിൽ. 71 അദ്ദേഹത്തെയും ലൂത്തിനെയും യാതൊരു ഭൂമിയിൽ നാം ലോകർക്ക് വേണ്ടി ഗുണാഭിവൃദ്ധി ഉണ്ടാക്കിയിരുന്നുവോ അതിലേക്കു നാം രക്ഷപ്പെടുത്തി. ഇസ്ഹാക്കിനെയും കൂടുതലായി യാക്കോബിനെയും അദ്ദേഹത്തിന് നാം ദാനം നൽകുകയും ചെയ്തു. എല്ലാവരെയും നാം സദ്വൃത്തരാക്കുകയും ചെയ്തു. 73 അവരെ നാം നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളാക്കുകയും ചെയ്തു. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുക്കുവാനും നാം അവർക്ക് ബോധനം നൽകുകയും ചെയ്തു. അവർ നമ്മെ ആരാധിക്കുന്നവരുമായിരുന്നു. 74 ലൂത്തിനാകട്ടെ അദ്ദേഹത്തിന് നാം ന്യായവിധിയും ജ്ഞാനവും നൽകി ദുർവൃത്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. നിശ്ചയമായും അവർ ദുർനടപ്പുകാരായ ഒരു ചീത്ത ജനതയായിരുന്നു. 75 നമ്മുടെ കാരുണ്യത്തിൽ അദ്ദേഹത്തെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്തു. നിശ്ചയമായും അദ്ദേഹം സദ്വൃത്തന്മാരിൽ പെട്ടവനാകുന്നു. ഇവിടെ ലോത്തിൻ്റെ കഥയും ഇബ്രാഹിമിൻ്റെ കഥയും പിന്നെ ബൈബിളിലെ കഥാപാത്രങ്ങൾ ഓരോന്നിനെയും നിരത്തി വിശദീകരിക്കുകയാണ്. വിശദീകരിക്കുന്നില്ല, വെറുതെ പരാമർശിച്ചു പോവുകയാണ് പലതും. ചിലത് അല്പം വിശദീകരിക്കുന്നുണ്ട്, ചിലത് ചുമ്മാ പരാമർശിച്ചു പോവുകയാണ്. ഈ കഥകളൊക്കെ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ കഥകളും താൽമൂദ് കഥകളുമൊക്കെ മുഹമ്മദിന് പറഞ്ഞു കൊടുത്തിരുന്ന പെരുങ്കൊല്ലനും കൂട്ടരും അവർ പറഞ്ഞു കൊടുത്തത് കേട്ടത് മനസ്സിലാക്കിയതിലുള്ള വൈരുദ്ധ്യങ്ങൾ കാരണമോ അല്ലെങ്കിൽ അത് ഓർത്തിരിക്കുമ്പോൾ അത് കുറേ കാലങ്ങൾക്ക് ശേഷം രണ്ടാമത് ആവർത്തിച്ച് പറയുമ്പോഴൊക്കെ വന്നിട്ടുള്ള വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ഖുർആനിലുടനീളം നമ്മൾ കാണുന്നത്. ബൈബിളിലെ ഈ കഥകളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഖുർആനിൽ പറയുന്നതും ബൈബിളിൽ പറയുന്നതും തമ്മിൽ തന്നെ വലിയ അന്തരം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ലോത്ത് എന്ന് പറയുന്നത് സ്വവർഗരതി എന്ന് പറയുന്ന ഒരു വലിയ തിന്മ ഒരു നാട്ടിൽ, സോദം എന്ന് പറയുന്ന ഒരു നാട്ടിൽ നടപ്പിലായിരുന്ന സമയത്ത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ആളുകളെ ഉപദേശിക്കാനും അവരെ നന്നാക്കാനും അതല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞയച്ച ദൂതനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു അതിശയോക്തി കലർത്തിയ ഒരു കെട്ടുകഥയാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം മനുഷ്യൻ്റെ ചരിത്രത്തിൽ എവിടെയും ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകളും സ്വവർഗരതിക്കാരായിരുന്നിട്ടില്ല. അത് സാധ്യവുമല്ല. വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾ ലോകത്തെ എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും സ്വവർഗരതിക്കാരായിട്ട് ഉണ്ട് താനും. അതിന് കാരണം ജന്മനാ തന്നെ ഒരു ചെറിയ ശതമാനം മനുഷ്യരിൽ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നതാണ്. അത് ഒരു കുറ്റമാണെങ്കിൽ ആ കുറ്റത്തിൻ്റെ 100% ഉത്തരവാദി മനുഷ്യരെ അങ്ങനെ സൃഷ്ടിച്ച ഈ പറയുന്ന സ്രഷ്ടാവ് തന്നെയാണ്. ഇത് തിന്മയാണെങ്കിൽ എന്തിനാണ് സ്രഷ്ടാവായ ദൈവം മനുഷ്യനിൽ ഇങ്ങനെ ഈ സ്വവർഗ രതിയും സ്വവർഗ അനുരാഗവും സ്വവർഗ ആകർഷണവും ഒക്കെ സൃഷ്ടിക്കുന്നത്? സാധാരണഗതിയിൽ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമാണ് ആകർഷണം തോന്നേണ്ടത് എങ്കിൽ
99% ആളുകളിലും അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ചെറിയൊരു ശതമാനം ആളുകളിൽ വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നുവെങ്കിൽ അത് സ്രഷ്ടാവിന് വന്നിട്ടുള്ള അബദ്ധമാണ്, അല്ലെങ്കിൽ സ്രഷ്ടാവ് കരുതിക്കുട്ടി ചെയ്തതാണെങ്കിൽ അയാളുടെ തെറ്റാണ്. അതിന് ആ മനുഷ്യരെ ശിക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ ഈ കഥ അത് തിന്മയാണ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയപ്പോൾ ആ കഥയിൽ അത്ഭുതങ്ങളും അതിശയോക്തികളും കലർത്തിയത് കൊണ്ടാണ് ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകളും സ്വവർഗരതിക്കാരായി മാറിയത്. അല്ലാതെ ലോകത്തെവിടെ അങ്ങനെ ഒരു സംഭവമില്ല, ഉണ്ടാവുക സാധ്യവുമല്ല. അങ്ങനെ സോദോം എന്ന് പറയുന്ന ഒരു ദേശത്ത് മുഴുവൻ ആളുകളും പുരുഷന്മാരും തമ്മിലായിരുന്നു ലൈംഗിക ബന്ധം നടന്നിരുന്നത് എന്നും അതിനെതിരായിട്ട് ലോത്തിനെ പറഞ്ഞയച്ചു എന്നും ലോത്ത് സ്വന്തം പെൺമക്കളെ തന്നെ ഇവർക്ക് വിട്ടുകൊടുത്തു എന്നും ഒക്കെയാണ് കഥ. ലോത്ത് സ്വന്തം പെൺമക്കൾ ഗർഭമുണ്ടാക്കി എന്ന് പറയുന്ന കഥയാണ് ബൈബിളിലുള്ളതെങ്കിൽ ഖുർആനിൽ ഈ ലോത്ത് സ്വന്തം പെൺമക്കളെ നാട്ടുകാർക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് എന്താ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുത്തു എന്നാണ് ഖുർആനിൽ പറയുന്നത്. രണ്ടായാലും തെമ്മാടിത്തമാണ്. ഇങ്ങനെയുള്ള തെമ്മാടിത്തങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വലിയ തിന്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഖുർആനും ബൈബിളും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇത് തെമ്മാടിത്തമാണെങ്കിൽ, ഇത് തെറ്റാണെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദി ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെങ്കിൽ. പരിണാമപരമായിട്ട് മനുഷ്യനും ജീവികളും ഒക്കെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതയാണ് ശരിയെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളെ അവരുടെ പ്രകൃതം അനുസരിച്ച് ജീവിക്കാൻ വിടുക എന്നുള്ളതാണ് ആധുനിക പരിഷ്കൃത ലോകത്ത് മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് സ്വവർഗാനുരാഗികളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രകൃതം അനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന് വെക്കുന്നതാണ് ഇന്നത്തെ മനുഷ്യൻ്റെ നീതിബോധം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അത് വലിയൊരു തിന്മയാണ് എന്ന് പറയുന്ന ഈ മതകഥാപുസ്തകങ്ങളിൽ അതിനുവേണ്ടി പറയാൻ കൊണ്ടുവന്നിട്ടുള്ള കഥകളെല്ലാം അതിനേക്കാളും വൾഗറായിട്ടുള്ള, അതിനേക്കാളും തിന്മ നിറഞ്ഞതും ദൈവത്തെ തന്നെ വലിയ കുറ്റവാളിയാക്കി മാറ്റുന്നതുമാണ്. ദൈവം എന്ന കഥാപാത്രം സർവശക്തനും സർവജ്ഞാനിയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നതോടുകൂടി തന്നെ മനുഷ്യനിൽ ഇത്തരത്തിൽ കാണപ്പെടുന്ന എല്ലാ തിന്മകളുടെയും ഉത്തരവാദിത്വം ആ ദൈവം സ്വയം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്ന വസ്തുത ഈ മതകഥ പറയുന്ന ആളുകൾ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് മനുഷ്യരെ സ്വവർഗാനുരാഗത്തിൻ്റെ പ്രകൃതത്തോടുകൂടി സൃഷ്ടിക്കുന്നത് ദൈവം എന്ന ചോദ്യത്തിനാണ് ആദ്യം ഈ സൃഷ്ടിവാദക്കാരും ഈ ദൈവവാദക്കാരും മറുപടി പറയേണ്ടത്. 76 നോഹിനെയും, അതായത് മുമ്പ് അദ്ദേഹം വിളിച്ച സന്ദർഭം, അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയും മഹാദുഃഖത്തിൽ നിന്ന് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. 77 നമ്മുടെ ലക്ഷ്യങ്ങളെ വ്യാജമാക്കിയ ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നാം സഹായം നൽകുകയും ചെയ്തു. നിശ്ചയമായും അവർ ഒരു ചീത്ത ജനതയായിരുന്നു, അതിനാൽ നാം അവരെ കൂട്ടത്തോടെ മുക്കി നശിപ്പിച്ചു. ഈ നോഹിൻ്റെ ജനതയെ മുക്കിക്കൊന്ന കഥയും പ്രളയമുണ്ടാക്കിയ കഥയും കപ്പൽ കയറി രക്ഷപ്പെട്ട കഥയും ഒക്കെ നമ്മൾ മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബാബിലോണിയയിലെ ഉട്നാപിസ്റ്റിം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥ, ആ കഥാപാത്രത്തെ മാറ്റിയിട്ട് വേറൊരു രൂപത്തിൽ ബൈബിൾ കോപ്പിയടിച്ച് വെക്കുകയും ബൈബിളിൽ നിന്ന് അതിനെ ആ തൊണ്ടി കോപ്പിയടിച്ചിട്ട് മുഹമ്മദിൻ്റെ പാറ്റേണിൽ പുനരാവിഷ്കരിക്കുകയും ചെയ്തതാണ് ഈ നോഹയുടെ കഥ. ഈ കഥയിലൊക്കെ ഒരുപാട് വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ കഥ അനുസരിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അന്ന് മുങ്ങി മരിച്ചിട്ടുണ്ട്. പിന്നീട് അടുത്ത തലമുറ ജനിക്കണമെങ്കിൽ അവിടെ വീണ്ടും ഇൻസെസ്റ്റ് നടക്കണം. ഈ നോഹിൻ്റെ മക്കൾ തമ്മിൽ സഹോദരനും സഹോദരിയും തമ്മിലോ അല്ലെങ്കിൽ മക്കളില്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് പിന്നെ അവരുടെ അടുത്ത തലമുറ ഉണ്ടായത് എന്ന് നോക്കുമ്പോൾ ആദാമിൻ്റെ സൃഷ്ടിയിൽ ദൈവം ചെയ്ത അതേ തമ്മാടിത്തം വീണ്ടും ആവർത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻസെസ്റ്റിലൂടെ ആണ് നോഹയുടെ കാലം തൊട്ട് പിന്നെയും മനുഷ്യർ പുതിയ തലമുറ ഉണ്ടാവുന്നത് എന്ന് പറയേണ്ടി വരും. ഈ നോഹിൻ്റെ മക്കളും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മുക്കിക്കൊന്നിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയ്ക്കും നീതിക്കുമൊക്കെ വിരുദ്ധമായിട്ടുള്ള കഥ ഈ കഥകളിലൂടെ തന്നെ ആവിഷ്കരിക്കപ്പെടുന്നു എന്നതാണ് ഈ ഖുർആനിലും ബൈബിളിലും ഒക്കെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഇനി നൂഹിൻ്റെ കഥ കഴിഞ്ഞ് ദാവൂദിൻ്റെയും സുലൈമാൻ്റെയും കഥയിലേക്ക് ചാടുകയാണ്. 78 ദാവൂദിനെയും സുലൈമാനെയും, അതായത് വിളയുടെ കാര്യത്തിൽ ജനങ്ങളുടെ ആടുകൾ അതിൽ രാത്രി കടന്നു മേഞ്ഞപ്പോൾ രണ്ടുപേരും വിധി കൽപ്പിക്കുന്ന സന്ദർഭം, അവർ വിധി കൽപ്പിക്കുന്നത് നാം സാക്ഷിയായിരിക്കുകയും ചെയ്തിരുന്നു. 79 എന്നിട്ട് സുലൈമാന് നാം അത് ഗ്രഹിപ്പിച്ചു, ഓരോരുത്തനും നാം ന്യായവിധിയും ജ്ഞാനവും നൽകിയിരുന്നു.
ദാവൂദിനോടൊപ്പം തസ്ബീഹ് ചെയ്യുന്ന നിലയിൽ പർവ്വതങ്ങളെയും പറവകളെയും നാം കീഴ്പ്പെടുത്തുകയും ചെയ്തു. നാം ഇങ്ങനെയെല്ലാം ചെയ്യുന്നവരാകുന്നു. ഇവിടെ ദാവീദിൻ്റെ മകനാണ് സുലൈമാൻ ബൈബിൾ കഥ അനുസരിച്ച്. ഇവിടെ ദാവീദ് ഒരു വിധി കൽപ്പിച്ചു, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാൾ മുന്തിയ ഒരു വിധിയുമായിട്ട് പ്രായം കുറഞ്ഞ മകൻ രംഗത്ത് വന്നു. അങ്ങനെ മകൻ്റെ ബുദ്ധിവൈഭവം ബാപ്പാൻ്റെ ബുദ്ധിവൈഭവത്തെ കവച്ചു വെക്കുന്നതായിരുന്നു എന്നൊക്കെയാണ് കഥ. അത് ഒരു കൃഷിക്കാരൻ പരാതിയുമായിട്ട് വന്നതാണ്. മുന്തിരി കൃഷി ചെയ്തിരുന്ന ഒരാൾ അപ്പുറത്ത് വേറൊരാളുടെ ആട് വന്നിട്ട് ഈ മുന്തിരിയൊക്കെ തിന്ന് നശിപ്പിച്ചു. അങ്ങനെ അതിൽ പരാതിയായിട്ട് വന്നപ്പോൾ ദാവീദ് ഒരു വിധി പറഞ്ഞു, ആ ആടിനെ ഇയാൾക്ക് കൊടുക്കണം. ഈ മുന്തിരി കർഷകന് നഷ്ടം നികത്താനായിട്ട് മറ്റേ അയാളുടെ ആടിനെ ഇയാൾക്ക് കൊടുക്കണം എന്ന് വിധി പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മകൻ ഓടി വന്നിട്ട് ആ വിധി മാറ്റി പകരം പറഞ്ഞ് മകൻ കുറച്ചുകൂടെ പ്രായോഗികമായിട്ടുള്ള കുറച്ചുകൂടെ നീതിയുക്തമായൊരു വിധിയാണ് പറഞ്ഞത്. ഇയാളുടെ കൃഷിയിൽ വന്നിട്ടുള്ള ഇയാളുടെ നഷ്ടം നികത്തുന്ന സമയം വരെയും ആടിനെ ഇയാൾ കൈവശം വെക്കുകയും ആ നഷ്ടം നികത്തിക്കഴിഞ്ഞാൽ അതുവരെ ആടിൻ്റെ വരുമാനമൊക്കെ ഇയാൾ എടുക്കുകയും ചെയ്ത് ഈ കൃഷിയിലെ നഷ്ടം നികത്തപ്പെടുന്നതോടുകൂടി ആടിനെ മറ്റേയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന വിധിയാണ് സുലൈമാൻ പറഞ്ഞത്. ആ വിധി മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ ന്യായമാണ് എന്നൊക്കെയാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ഇവിടെ ഖുർആനിൽ അള്ളാഹു എന്നിട്ട് ഈ കഥയിലേക്കൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് ചാടുകയാണ്. എല്ലാ കഥയിലും നേരിട്ട് വന്ന് ചാടിയിട്ട് മൂപ്പര് എട്ടുകാലി മമ്മൂഞ്ഞായി ഈ കഥയുടെയൊക്കെ ആശാനായി വരുന്ന കോമഡിയാണ് ഖുർആനിൽ കാണുന്നത്. ഇവിടെ അള്ളാഹു ആണ് എന്നിട്ട് ഈ മകന് പാപ്പാനേക്കാളിലും വലിയ ബുദ്ധിയും വൈഭവവും ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് സുലൈമാന് നാം അത് ഗ്രഹിപ്പിച്ചു, ഓരോരുത്തരും നാം ന്യായവിധിയും ജ്ഞാനവും നൽകിയിരുന്നു. ദാവൂദിനോടൊപ്പം തസ്ബീഹ് ചെയ്യുന്ന നിലയിൽ പർവ്വതങ്ങളും പറവകളും നാം കീഴ്പ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഒരു നബി വരിക, ആ ഒരു നബി ഒരു മണ്ടത്തരം പറയുക അല്ലെങ്കിൽ ഒരു വിധി പറയുക, എന്നിട്ട് അയാളുടെ മകൻ അടുത്ത നബിയായിട്ട് വരിക, അയാൾ ബാപ്പ പറഞ്ഞ വിധിനേക്കാളും മെച്ചപ്പെട്ട വിധി വേറെ പറയുക, എന്നിട്ട് ബാപ്പാനെ തിരുത്തുക. ഇങ്ങനെ കാലത്തിനനുസരിച്ച് നബിമാർ വന്നിട്ട് ഓരോ നബിയും പറഞ്ഞത് ഇങ്ങനെ തിരുത്തി നന്നാക്കി പോവുക എന്നൊക്കെ പറയുമ്പോൾ ഈ നബിമാരൊക്കെ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യം സർവജ്ഞാനിയായ പടച്ചോൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് എന്ന് പറയുന്നത് വൈരുദ്ധ്യമായിട്ട് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. പടച്ചോൻ പറഞ്ഞതും പടച്ചോൻ തോന്നിപ്പിച്ചതും അനുസരിച്ചാണ് ഈ നബിമാരൊക്കെ വിധി പറയുന്നത് എങ്കിൽ ആദ്യത്തെ നബിയുടെ തോന്നൽ മോശവും രണ്ടാമത്തെ നബിയുടെ അതിനേക്കാളും മെച്ചപ്പെട്ടതും ആവുകയും എന്നിട്ട് ഒന്ന് തിരുത്തി വേറൊന്ന് കൊണ്ടുവരികയും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സർവജ്ഞാനിയായ പടച്ചോന് ഏറ്റവും നീതിയുക്തമായിട്ടുള്ള വിധി ആദ്യത്തെ നബീനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. മനുഷ്യന് ഓരോ തലമുറ കഴിയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ തന്നെയാണ്. ഇന്നത്തെ ശരിയും ഇന്നത്തെ നീതിയുമല്ല അടുത്ത തലമുറ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ശരിയിലേക്കും നീതിയിലേക്കും പുരോഗമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എത്രയോ തലമുറകളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഈ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഈ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പണ്ടുള്ള മനുഷ്യരെക്കാൾ എത്രയോ നീതിയുക്തമായിട്ടുള്ള ആശയങ്ങളും നീതിയുക്തമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് ആധുനിക മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെ വീണ്ടും വീണ്ടും പരിഷ്കരിച്ചുകൊണ്ട് നാളെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് മനുഷ്യർ മുന്നേറുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ ബുദ്ധിപരമായിട്ടുള്ള പരിമിതിയെയാണത് സൂചിപ്പിക്കുന്നത്. സർവജ്ഞാനിയായ ഒരു പടച്ചോൻ കാലാകാലം ഇങ്ങനെ വഹിയും കൊണ്ട് അല്ലെങ്കിൽ വെളിപാടും കൊണ്ട് ആളുകളെ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ആ വെളിപാടുകൾക്ക് ഈ രീതിയിലുള്ള നിലവാര വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ആ നിലവാര വ്യത്യാസവും പുരോഗതിയും വെളിപാടുകളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് സർവജ്ഞാനിയായ പടച്ചോൻ്റെ വെളിപാടല്ല, ഇത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉടലെടുക്കുന്ന ആശയങ്ങളാണ് എന്നാണ്. അപ്പോൾ ഈ സുലൈമാൻ്റെയും ദാവൂദിൻ്റെയും ഈ കഥ തന്നെ മൊത്തം മതം പറയുന്ന കഥയെ പൊളിക്കുന്ന കഥയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇനി സുലൈമാൻ അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇതൊക്കെ പലയിടത്തും ആവർത്തിച്ചിട്ടുള്ള പൊട്ടക്കഥകളാണ്. ദാവീദിനോടൊപ്പം തസ്ബീഹ് ചെയ്യുന്ന നിലയിൽ പർവ്വതങ്ങളെയും പറവകളെയും നാം കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഈ ദാവീദിൻ്റെയൊക്കെ കഥയിൽ ഒരുപാട് അത്ഭുത കഥകളും വെച്ച് കെട്ടിയ അതിശയോക്തികളും നമുക്ക് കാണാം. അതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതെല്ലാം അള്ളാഹു എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് വന്ന് ഏറ്റെടുക്കുന്നതാണ് ഖുർആനിൽ നമ്മൾ കാണുന്ന കോമഡി. 80 നിങ്ങളുടെ പടയിൽ നിങ്ങളെ കാത്തുരക്ഷിക്കുവാനായി നിങ്ങൾക്ക് വേണ്ടി പടച്ചട്ട നിർമ്മാണം അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നവരാണോ? യുദ്ധങ്ങളിൽ വെട്ടുകൊള്ളാതിരിക്കാൻ പടച്ചട്ട, ഇരുമ്പ് കൊണ്ടും മറ്റും പടച്ചട്ട ഉണ്ടാക്കി അണിയുക എന്ന സാങ്കേതിക വിദ്യ
ഈ ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ കാലത്താണ് വികസിച്ചു വന്നത് എന്ന് ഈ കഥയിലും ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. ആ കഥയിൽ അള്ളാഹു ചാടി വരികയാണ് പടച്ചട്ടുണ്ടാക്കി കൊടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ഇവിടെ ദാവീദിൻ്റെ വിധി, അതിനേക്കാളും മെച്ചപ്പെട്ട വിധി സോളമൻ പറഞ്ഞു. ഇതൊക്കെ അള്ളാഹുവാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള മണ്ടത്തരമാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ വെട്ടുകൊള്ളാതിരിക്കാൻ, വാളുകൊണ്ട് വെട്ടുമ്പോൾ ആ വെട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ പടച്ചട്ട ഉണ്ടാക്കി അണിയുക എന്ന സാങ്കേതിക വിദ്യ ആ കാലത്ത് മനുഷ്യർ വികസിപ്പിച്ചതാണ്. ഇവിടെ ആ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് യുദ്ധത്തിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് മക്കാരായ ആൾക്കാരോട് സംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മക്കയിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്തും മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് വാളും കുന്തവും ഇതുപോലുള്ള പടച്ചട്ടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളെ യുദ്ധത്തിൽ മെച്ചപ്പെട്ട സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിച്ചു എന്നും പറഞ്ഞിട്ട് വരുന്നത് ആരാണ്? സർവജ്ഞാനിയും സർവശക്തനുമായ പടച്ച തമ്പുരാൻ. പടച്ചോനാണ് പടച്ചട്ട ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. എന്നാൽ പിന്നെ ആ പടച്ചോനെ അന്നത്തെ ഈ സാങ്കേതിക വിദ്യയിൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ മെനക്കെടുന്നതിന് പകരം ഈ യുദ്ധങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ അത്ഭുതകരമായി ജയിക്കാവുന്ന വിധത്തിൽ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച ആയുധങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കി കൊടുത്തൂടെ പടച്ചോന്? അതെന്തേ പടച്ചോനൊരു തോക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റാതിരുന്നത്? അപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞാണ് പടച്ചോൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. നിങ്ങൾക്ക് ഞാൻ പടച്ചട്ട ഉണ്ടാക്കാൻ പഠിപ്പിച്ചെന്നില്ലേ എന്ന് അന്നത്തെ മനുഷ്യരോട് പറഞ്ഞിട്ട് ആ പടച്ചട്ട കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് മക്കാരോട് പറയണമെങ്കിൽ ഈ പടച്ചോൻ എന്ത് സർവജ്ഞാനാണുള്ളത്? ഈ പടച്ചോൻ അറിയണ്ടേ? പടച്ചോനാണെങ്കിൽ അറിയണ്ടേ? ഏതാനും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ മനുഷ്യൻ ഈ പടച്ചട്ടയുടെയും വാളിൻ്റെയും ഒക്കെ യുഗം അവസാനിക്കുമെന്നും അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയിലേക്ക് മനുഷ്യൻ വികസിക്കുമെന്നും ആ കാലത്ത് ഇതൊക്കെ വായിച്ചിട്ട് ഈ പടച്ചോനും ഈ പ്രവാചകനെയൊക്കെ കളിയാക്കും എന്നെപ്പോലെയുള്ള ആൾക്കാർ എന്നും ഒക്കെ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരു ചങ്ങാതിയാണ് പടച്ചോനെങ്കിൽ ഈ മണ്ടത്തരം ഇവിടെ എഴുതി വെക്കുമോ? പടച്ചോൻ അന്നേ തോക്കുണ്ടാക്കി കൊടുത്തൂടെ? എന്തിനാ പടച്ചട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കാലഹരണപ്പെട്ട സാധനം ലോകാവസാനം വരേക്കും നമ്മളെ പറഞ്ഞ് സ്വയം പരിഹാസ്യനാവേണ്ട ആവശ്യം എന്താണ് ഒരു ദൈവത്തിന്? അപ്പോൾ ദൈവം ഇവിടെ എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് വരികയാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച, മനുഷ്യൻ ചിന്തിച്ച, മനുഷ്യൻ്റെ അറിവുകളെയും മനുഷ്യൻ്റെ സാങ്കേതിക ജ്ഞാനത്തെയും മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യകളെയും ഒക്കെ എട്ടുകാലി മമ്മൂഞ്ഞായി നേരിട്ട് വന്നിട്ട് ഏറ്റെടുക്കുകയാണ് ഇവിടെ അള്ളാഹു. ഇവിടെ അള്ളാഹു സ്വയം പരിഹാസ്യനാവുകയാണ് ചെയ്യുന്നത്. 81 ശക്തിയായി അടിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ കാറ്റിനെ സുലൈമാന് കീഴ്പ്പെടുത്തി കൊടുത്തു. നാം ഗുണാഭിവൃദ്ധി നൽകിയിട്ടുള്ള ഭൂമിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. എല്ലാ കാര്യത്തെക്കുറിച്ചും നാം അറിയുന്നവരാകുന്നു. ഒരു കാര്യത്തെക്കുറിച്ചും ഇത് പറയുന്ന ആൾ അറിയില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ. ഈ പടച്ചട്ടയുടെ മഹാത്മ്യവും പടച്ചട്ടയും വാളുണ്ടാക്കി കൊടുത്തതിൻ്റെ പോരിശയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ കാലത്ത് നമ്മുടെ മുമ്പിൽ പരിഹാസ്യനാവുന്നു എന്നത് തന്നെയാണ് ഈ അള്ളാഹുവിന് ഒരു ചുക്കും അറിയില്ല എന്നതിൻ്റെ തെളിവ്. അത് തന്നെയാണ് ദൃഷ്ടാന്തം. ഇവിടെ സുലൈമാന് കാറ്റടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ള ഒരുപാട് കെട്ടുകഥകളുണ്ട്. സുലൈമാൻ്റെ കപ്പലിനാണ് കാറ്റടിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. അല്ല, സുലൈമാൻ്റെ ചില രഥം ആകാശത്തു കൂടെ പറന്നു പോയിരുന്നു എന്നും കാറ്റിൻ്റെ വേഗതയിൽ സുലൈമാൻ ഇങ്ങനെ ആകാശത്തു കൂടെ പറക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന കഥയുണ്ട്. ഈ സുലൈമാൻ എന്നൊക്കെ പറയുന്നത് ഒരു രാജാവാണ്. ആ രാജാവിനെക്കുറിച്ച് പിൽക്കാലത്ത് ആ രാജാവിൻ്റെ ആളുകളും ആ രാജാവ് വിശ്വസിച്ചിരുന്ന മതത്തിൻ്റെ ആളുകളും കെട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടക്കഥകളും യക്ഷിക്കഥകളുമാണ് ഇവിടെ അള്ളാഹു എന്ന പടച്ചോൻ ഏറ്റെടുത്തിട്ട് നമ്മുടെ മുമ്പിൽ വിളമ്പുന്നത്. എന്നിട്ട് അതെല്ലാം മൂപ്പര് ചെയ്തു കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഈ കഥയിലേക്ക് അള്ളാഹു ഇങ്ങോട്ട് പാരച്യൂട്ടിൽ ഇറങ്ങുകയാണ്. സോളമൻ്റെ കഥയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ കാറ്റടിപ്പിക്കാനും അവിടെ കപ്പൽ ഓടിക്കാനും അവിടെ അത്ഭുതം പ്രവർത്തിക്കാനും അള്ളാഹു വന്നിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. തീർന്നില്ല അള്ളാഹുവിൻ്റെ അത്ഭുതം. അടുത്തത് 82 അദ്ദേഹത്തിന് വേണ്ടി മുങ്ങുകയും അതല്ലാതെ ചില പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നവരെ പിശാചുക്കളിൽ നിന്ന് നാം അവരെ കാത്തു സൂക്ഷിച്ചു വരുന്നവരാകുന്നു. ഇതൊക്കെ ബ്രാക്കറ്റിൽ വേറെ കുറേ പൂർണ്ണത വരുത്തിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വായിക്കാതിരുന്നതാണ്. എന്താ ഇതിൻ്റെ കഥ? സോളമൻ എന്ന് പറയുന്ന രാജാവിന് വേണ്ടിയിട്ട് കൊട്ടാരങ്ങൾ പണിയാനും മതിൽ പണിയാനും കോട്ട കെട്ടാനും ഒക്കെ വലിയ വലിയ കല്ലുകൾ ഏറ്റിക്കൊണ്ടുവരാനും ഒക്കെ മനുഷ്യരല്ലാത്ത ജിന്നുകൾ, പിശാചുക്കൾ, ചെയ്ത്താന്മാരും കൂടിക്കൊടുത്തിരുന്നു എന്നാണ് യക്ഷിക്കഥയിൽ പറയുന്നത്. ആ കഥയാണ് അള്ളാഹു ഇവിടെ
സ്വയം ഏറ്റെടുക്കുന്നത്. എന്നിട്ട് ഈ പിശാചുക്കളെയും ചെയ്ത്താന്മാരെയൊക്കെ ഞാനാണ് ഏർപ്പാട് ചെയ്ത് കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ കഥയിൽ വന്നിട്ട് ചാടുകയാണ്. അതുപോലെ കടലിൽ മുങ്ങിയിട്ട് മുത്ത് പെറുക്കാൻ, അന്നത്തെ ആളുകൾ മുത്ത് പെറുക്കാനൊക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകളൊന്നുണ്ടായിരുന്നു. ആ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പോയി മുത്ത് പെറുക്കി കൊടുക്കുന്നതിന് പകരം ജിന്നുകൾ, ചെയ്ത്താന്മാർ വന്നിട്ട് അത്ഭുതകരമായ രീതിയിൽ കടലിൽ മുങ്ങി മുത്ത് പെറുക്കി കൊടുത്തിരുന്നു. ആർക്ക്? ഈ സോളമന്. അങ്ങനെ സോളമൻ്റെ കൊട്ടാരം പണിക്കും സോളമന് ആഭരണങ്ങൾ ഉണ്ടാക്കാനും സോളമന് പടച്ചട്ട ഉണ്ടാക്കാനും ഒക്കെ ജിന്നുകളും ചെയ്ത്താന്മാരും സഹായിച്ചിരുന്നു എന്ന് പറയുന്ന യക്ഷിക്കഥയിൽ അള്ളാഹു വന്നിട്ട് മുങ്ങുകയാണ്. മുങ്ങിയിട്ട് അള്ളാഹു ഇതിൻ്റെയൊക്കെ മമ്മൂഞ്ഞായിട്ട് ചമയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക്, കിലോമീറ്ററുകൾ ആഴത്തിലേക്ക് മുങ്ങിപ്പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും കാണാനും പെറുക്കാനും യന്ത്രങ്ങൾ കണ്ടുപിടിച്ച ഒരു കാലത്ത്, ആ കാലത്താണ് നമ്മളോട് ചെയ്ത്താന്മാർ മുങ്ങി മുത്ത് പെറുക്കിയ കഥയും ചെയ്ത്താന്മാർ കല്ലേറ്റിയ കഥയൊക്കെ പറയുന്നത്. പണ്ട് കാലത്ത് മനുഷ്യർ, ഇപ്പോൾ പിരമിഡൊക്കെ, ഈജിപ്തിലെ പിരമിഡൊക്കെ ഉണ്ടാക്കിയത് ഈ കഥയൊക്കെ പറയുന്നതിൻ്റെ എത്രയോ കാലം മുമ്പാണ്. ആ പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊക്കി വെച്ചിട്ടുള്ള കല്ലിൻ്റെയൊക്കെ വെയിറ്റ് നമ്മൾ കണ്ടാലറിയാം. അത്ഭുതമാണ് നമുക്കിന്നും. എങ്ങനെയാണ് അന്നത്തെ കാലത്ത് മനുഷ്യർ ഇത്രയും വലിയ കല്ല് ഇത്രയും ഉയരത്തിലേക്ക് പൊക്കിയത് എന്നുള്ളത് ഇന്നും അത്ഭുതകരമായിട്ടുള്ള വസ്തുതയാണ്. അതൊക്കെ ജിന്നുകളെ സഹായം കൊണ്ടായിരുന്നോ? അതൊക്കെ മനുഷ്യർക്ക് അന്ന് കൈവശമുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികളാണ്. അപ്പോൾ വലിയ കല്ലുകൾ ചുമന്നു കൊണ്ടുവരാനും ആ കല്ലുകൾ വെച്ച് കോട്ട പണിയാനും ആ കല്ലുകൾ കൊണ്ട് കൊട്ടാരം പണിയാനും ഒക്കെ ഉള്ള സാങ്കേതിക വിദ്യകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ അള്ളാഹിൻ്റെ കാറ്റിൻ്റെ സഹായത്തോടു കൂടി ഓടുന്ന കപ്പൽ, അള്ളാഹിൻ്റെ കാറ്റിൻ്റെ സഹായത്തോടു കൂടി ഓടുന്ന രഥം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പരിഹസിച്ച് ചിരിക്കാനുള്ള വക മാത്രമേ അതിലുള്ളൂ. കാരണം അതിനേക്കാളിലൊക്കെ എത്രയോ ഉയർന്ന സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിന്ന് കാറ്റിൻ്റെ അല്ല, ശബ്ദത്തിൻ്റെ വേഗതയിൽ പറപ്പിക്കുന്ന വിമാനം പറപ്പിക്കുന്ന ഒരു കാലത്ത്, അതിനേക്കാൾ വേഗതയിൽ റോക്കറ്റ് പറപ്പിക്കുന്ന ഒരു കാലത്ത്, മിസൈലുകൾ പറപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മളോട് ഈ ചെയ്ത്താൻ്റെ ജിന്നിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞ് സ്വയം പരിഹാസ്യനാകുന്നത്. ഇതൊക്കെ സർവജ്ഞാനിയായ ഒരു ദൈവമാണ് ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത് എങ്കിൽ ആ ദൈവത്തിൻ്റെ കാര്യം കഷ്ടം എന്നല്ലാതൊന്നും പറയാനില്ല. 83 അയ്യൂബിനെയും ഓർക്കുക. അതായത്, എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനും അത്രേ എന്ന് അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച് പറയുകയുണ്ടായ സന്ദർഭം. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, അങ്ങനെ അദ്ദേഹത്തിൽ കഷ്ടപ്പാടായിട്ടുള്ളതെല്ലാം നാം അകറ്റിക്കളഞ്ഞു. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹവും ആരാധന ചെയ്യുന്നവർക്ക് ഒരു സ്മരണയുമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ യാത്രയും അദ്ദേഹത്തിന് നാം കൊടുക്കുകയും ചെയ്തു. ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ബൈബിളിലെ കെട്ടുകഥാ പുസ്തകത്തെക്കുറിച്ചും ആ കഥാപാത്രത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മളിതിനു മുമ്പ് ഖുർആൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബ് എന്ന് പറയുന്ന ആൾ ക്ഷമയോടുകൂടി അയാളുടെ ദുരിതങ്ങളെല്ലാം സഹിച്ചു എന്നും അവസാനം ദൈവം യഹോവ അയാൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയെന്നും അയാളുടെ ക്ഷമയ്ക്ക് വലിയ കൂലി കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു കഥയാണ് ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. നല്ല ഒരു സാഹിത്യകൃതിയാണത്. ആ കഥാപാത്രത്തെയും അള്ളാഹു എട്ടുകാലി മമ്മൂഞ്ഞായി ഏറ്റെടുത്ത് ഇവിടെ അവതരിപ്പിക്കുന്നതാണിത്. എന്നാൽ ഈ കഥയിലും ഇന്നത്തെ മനുഷ്യർക്ക് ഗുണപാഠമല്ല ഉള്ളത്, ദോഷപാഠമാണുള്ളത്. കാരണം ഇയ്യോബിന് എന്തൊക്കെയോ അസുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ത്വക്ക് രോഗമോ അതുപോലെയുള്ള രോഗങ്ങളൊക്കെയാണ് പിടിപെട്ടിരുന്നത്. ആ രോഗമൊക്കെ ഉണ്ടായ സമയത്ത് ദൈവത്തിനോടും പ്രാർത്ഥിച്ച് അദ്ദേഹം കാത്തിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ എല്ലാ ആൾക്കാരും വെറുത്ത് ഒറ്റപ്പെടുത്തി. അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടും അയാൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം അവസാനം അയാളുടെ അസുഖമൊക്കെ മാറ്റിക്കൊടുത്തു എന്നാണ് ഈ കഥ പറയുന്നത്. ഈ കഥയും ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ ഒരു ഗുണപാഠവും നൽകുന്നില്ല, മറിച്ച് തെറ്റായ മെസ്സേജാണ് കൊടുക്കുന്നത്. അസുഖം വന്നാൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് മിണ്ടാതിരിക്കലും ക്ഷമിക്കലുമല്ല മനുഷ്യർ ചെയ്യേണ്ടത്, മറിച്ച് ആ അസുഖമുണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മുമ്പിൽ പോയി പരിശോധിച്ച് കാരണം കണ്ടെത്തി അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ നൽകുക എന്നതാണ് ഇന്ന് മനുഷ്യർ ചെയ്യേണ്ടത്. അതല്ലാതെ അസുഖം വന്നാൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക എന്ന സന്ദേശം ഇന്ന് ഒരു ഗുണപാഠമല്ല മനുഷ്യർക്ക് നൽകുന്നത്. ഇതൊക്കെ രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാത്ത കാലത്ത്, രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ കണ്ടെത്താത്ത കാലത്ത് മനുഷ്യർ സ്വയം ആശ്വസിക്കാൻ വേണ്ടി കണ്ടെത്തിയിരുന്ന മാർഗങ്ങളാണ് ഈ പ്രാർത്ഥനയും ക്ഷമയും അതുപോലുള്ള
ഏർപ്പാടുകളും ഒക്കെ അതൊന്നും ഇന്ന് മനുഷ്യരോട് പറയേണ്ട കഥകളല്ല. മനുഷ്യർ ഇന്ന് അവിടുന്നൊക്കെ എത്രയോ മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. പക്ഷേ കഥ പറയുന്ന അള്ളാഹുവിന് മനുഷ്യർ ഇങ്ങനെ ഒരു കാലത്തായിരിക്കും നാളെ ഇതൊക്കെ വായിച്ച് കളിയാക്കിച്ചിരിക്കുക എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയാത്തത് കൊണ്ട് ആ ദൈവം ഈ മാതിരി മണ്ടത്തരങ്ങൾ എഴുതി വെച്ചു. എന്ന് വെച്ചാൽ ഇതൊന്നും ദൈവം എഴുതി വെച്ചതല്ല, അന്നത്തെ മനുഷ്യർ എഴുതി വെച്ച മണ്ടത്തരങ്ങളാണ് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. 85 ഇസ്മായിലിനെയും ഇദ്രീസിനെയും ദുൽകിഫ്ലിയെയും ഓർക്കുക. ഓരോരുത്തരും ക്ഷമാശീലന്മാരിൽപ്പെട്ടവരാകുന്നു. അവരെ നാം നമ്മുടെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയമായും അവർ സദ്വൃത്തന്മാരിൽപ്പെട്ടവരാകുന്നു. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും നുള്ളിപ്പെറുക്കിക്കൊണ്ടുവന്നിട്ട് അവരൊക്കെ സദ്വൃത്തരാക്കിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അക്കൗണ്ടിൽ അവതരിപ്പിക്കുകയാണ്. ആരാണ് ഈ ദുൽകിഫ്ലി? കാരണം അങ്ങനെ ഒരാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എവിടെയില്ല. മുഹമ്മദ് എവിടുന്നോ ഏതെങ്കിലും പെരുങ്കൊല്ലൻ്റെ ആലയെന്ന് കേട്ടതാണ് ഒരു ദുൽകിഫ്ലി. ആ ദുൽകിഫ്ലി കൂടെ കൊണ്ടുവന്നിട്ട് വിളമ്പി. അല്ലാതെ അതാരാണ്, എന്താണ്, എവിടുത്തെയാണ് ഒന്നും ഒരു വിവരവും ഇല്ല. ഇങ്ങനെ മേൽവിലാസം ഇല്ലാത്ത കുറേ കഥാപാത്രങ്ങളെയും നബിമാരെ കൂട്ടത്തിൽ എണ്ണിയതായിട്ട് കാണാം. 87 ദുന്നൂനിനെയും, അതായത് അദ്ദേഹം കോപിഷ്ഠനായും കൊണ്ടുപോയ സന്ദർഭം. അപ്പോൾ നാം അദ്ദേഹത്തിൻ്റെ മേൽ നിശ്ചയമായും കുടുസാക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു. അങ്ങനെ അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു, നീയല്ലാതെ ആരാധ്യനേയില്ല, നീ എത്രയോ പരിശുദ്ധൻ, നിശ്ചയമായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്രകാരം സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. ഈ ദുന്നൂന് എന്ന് പറയുന്നത് മീനിൻ്റെ ആൾ എന്നാണ് പോലും ഉദ്ദേശിക്കുന്നത്. മീനിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂനുസ് എന്ന് പറയുന്ന നബിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. യോനായുടെ കഥ, അതും ബൈബിളിലെ ഒരു കഥ കോപ്പി അടിച്ചു കൊണ്ടുവന്ന് ഒട്ടിച്ചതാണ്. ഒരു മീനിൻ്റെ പള്ളയിൽ കഴിഞ്ഞുകൂടിയെന്നും അവിടുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ മീൻ ഇവിടെ കരയിൽ കൊണ്ടുവന്ന് തുപ്പിക്കളഞ്ഞു എന്നൊക്കെ പറയുന്ന പൊട്ടക്കഥയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. 89 സക്കരിയായെയും, അതായത് രക്ഷിതാവേ, നീ എന്നെ ഒറ്റയായി വിട്ടുകളയരുതേ, നീ അനന്തരമെടുക്കുന്നവരിൽ ഉത്തമനായിട്ടുള്ളവനാണ് എന്ന് അദ്ദേഹം തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. യഹിയായെ അദ്ദേഹത്തിന് നാം പ്രദാനം ചെയ്യുകയും തൻ്റെ ഭാര്യയെ തനിക്ക് റിപ്പയർ ചെയ്തു കൊടുക്കുകയും ചെയ്തു. നിശ്ചയമായും അവർ സൽക്കാര്യങ്ങളിൽ ബദ്ധപ്പാട് കാണിക്കുകയും ആശിച്ചും പേടിച്ചും കൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നിരുന്നു. അവർ നമ്മോട് ഭക്തി കാണിക്കുന്നവരുമായിരുന്നു. ഈ സക്കറിയ എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു പുരോഹിതനാണ്. ആ പുരോഹിതനെയും പിടിച്ചിവിടെ നബിയാക്കിയിട്ടുണ്ട്. പിന്നെ അയാളുടെ ഭാര്യനെ വയസ്സാം കാലത്ത് റിപ്പയർ ചെയ്തിട്ട് ഗർഭമുണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് യഹ്യ. ആ യഹ്യായും അള്ളാൻ്റെ നബിമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. 91 തൻ്റെ ഗുഹ്യസ്ഥാനത്തെ സൂക്ഷിച്ചവളെയും, അങ്ങനെ അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതി അവളെയും അവളുടെ പുത്രനെയും നാം ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. ഇത് കന്യാമറിയത്തിൻ്റെ ഫർജിൽ ഊതിയ കഥയാണ്. ഇത് ഇവിടെ അവളിൽ ഊതി എന്നാണ് പറയുന്നത്. വേറൊരു അധ്യായത്തിൽ ഫർജിൽ ഊതി എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ കന്യാമറിയത്തിൻ്റെ ഫർജിൽ ഊതിയിട്ടുണ്ടായ കുട്ടിയാണ് ഈസാ നബി എന്നാണ് പറയുന്നത്. 92 നിശ്ചയമായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം, ഞാൻ നിങ്ങളുടെ റബ്ബും, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവീൻ. അപ്പോൾ അള്ളാഹു ഒരു സമുദായത്തിൻ്റെ ദൈവമായിട്ട് വരികയാണ് അവിടെ. എന്നിട്ട് ആ സമുദായത്തിനോട് പറയുകയാണ് നിങ്ങൾ എന്നെ ആരാധിക്കുവെന്ന്. ഈ സമുദായം എന്ന് പറഞ്ഞാൽ ഇസ്രായേല്യരാണ് എന്നാണ് ബൈബിൾ കഥയിൽ, യഹൂദന്മാരുടെ കഥയിൽ പറയുന്നത്. ഇവിടെ എത്തിയപ്പോൾ അത് ബ്രാക്കറ്റിൽ മനുഷ്യ സമുദായം മുഴുവനാണ് എന്നാക്കി അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഖുർആൻ തഫ്സീറുകാർ ചെയ്യുന്നത്. കാരണം ഇത് മൊത്തം മനുഷ്യന്മാർക്കും മൊത്തം സമുദായത്തിനുള്ളതാണ് ഇസ്ലാം മതം എന്ന കഥ പിന്നീട് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സമുദായത്തിൻ്റെ ദൈവമാണ് ഞാനെന്ന് പറയുമ്പോൾ അത് മനുഷ്യ സമുദായത്തിൻ്റെ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ബൈബിൾ കഥ അനുസരിച്ച് ഇസ്രായേല്യർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൻ്റെ ദൈവമായ യഹോവയാണ് ഈ കഥയിലൊക്കെ കഥാപാത്രമായിട്ട് വരുന്ന ദൈവം. ആ ദൈവത്തിനെ പിടിച്ചുകൊണ്ടുവന്നിട്ടാണ് മുഹമ്മദിൻ്റെ സമുദായത്തിൻ്റെ ദൈവമാക്കിയിട്ട് മാറ്റിയത്. അത് പിന്നെ ഇസ്ലാം ലോകത്താകെ പരന്നും ഇസ്ലാം ലോകത്തിൻ്റെ മുഴുവൻ മതമാണ് എന്ന അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയതോടുകൂടി ആ സമുദായം എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും എന്ന രീതിയിലേക്ക്
വ്യാപിപ്പിക്കാനാണ് ബ്രാക്കറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. 93 അവരുടെ കാര്യത്തെ അവർ തങ്ങൾക്കിടയിൽ തുണ്ടം തുണ്ടമാക്കിയിരിക്കുകയാണ്, എല്ലാവരും നമ്മുടെ അടുക്കലേക്ക് തന്നെ മടങ്ങി വരുന്നതുമാണ്. അങ്ങനെ തുണ്ടം ആക്കുമ്പോൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും ഒക്കെ എവിടെയായിരുന്നു? അങ്ങനെ തുണ്ടമാക്കാനാണോ അള്ളാഹു ഇങ്ങനെ നബിമാരെയൊക്കെ അയച്ചത്? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദൗത്യം പരാജയപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് മനുഷ്യരെ കുറ്റം പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? അള്ളാഹു മനുഷ്യരെ മുഴുവൻ ഒറ്റ സമുദായമാക്കി നിർത്താനാണെങ്കിൽ ആ ഒറ്റ സമുദായമാക്കി മനുഷ്യനെ നിർത്തുന്നതിന് ഉപകരിക്കുന്ന രീതിയിലല്ലേ അള്ളാഹു കാര്യങ്ങളെല്ലാം ചെയ്തു പോരേണ്ടിയിരുന്നത്. അല്ലാതെ അള്ളാഹു ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ചിട്ട് പ്രവാചകന്മാരാക്കുകയും അവർക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരാൾ വന്നിട്ട് വേറൊരു കാര്യം വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ അവിടെ ഭിന്നിപ്പുണ്ടാവും. അങ്ങനെ കുറേ മതങ്ങളും കുറേ സമുദായങ്ങളുമായിട്ട് മനുഷ്യർ തമ്മിലടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ പിടിപ്പുകേടാണ്. ഇതൊക്കെ അള്ളാഹുവാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിന് മനുഷ്യരെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. 94 എന്നാൽ ആരെങ്കിലും അവൻ സത്യവിശ്വാസിയായും കൊണ്ട് സൽക്കർമ്മങ്ങളിൽപ്പെട്ടത് പ്രവർത്തിക്കുന്നതായാൽ അവൻ്റെ പരിശ്രമത്തോട് നന്ദികേട് കാണിക്കൽ ഉണ്ടാകുന്നതേയല്ല, നിശ്ചയമായും നാം അതിനെ എഴുതി വെക്കുന്നവൻ തന്നെയാണ്. 95 നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിനും അവർ മടങ്ങി വരാതിരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാകുന്നു. ഇവിടെ എന്താണ് ഈ മടങ്ങി വരാതിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? സത്യത്തിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്നും ഇവിടെ മടങ്ങി വരാതിരിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ഈ ഖുർആൻ വ്യാഖ്യാനിച്ചവർക്കൊന്നും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അമാനി മൗലവി എഴുതി വെച്ച കാര്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 93 വചനത്തിൽ എല്ലാവരും നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞുവല്ലോ, അതിനെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ് 95 വചനം ചെയ്യുന്നത്. ഇതിനു മുമ്പ് പല രാജ്യങ്ങളും പല ജനതയും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം വിസ്മരിക്കപ്പെട്ടു പോയെന്നോ അവരുടെ അവിശ്വാസത്തെയും നിഷേധത്തെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ലെന്നോ വിചാരിക്കേണ്ടതില്ല. അവരാരും തന്നെ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങി വരാതിരിക്കുവാൻ നിവൃത്തിയില്ല. എല്ലാവരും മടങ്ങി വരികയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് സാരം. ഈ വചനം ഇങ്ങനെയും വ്യാഖ്യാനിക്കപ്പെടുന്നു: അള്ളാഹു നശിപ്പിക്കുവാൻ പോകുന്ന ഏതു ജനതയാകട്ടെ അവർക്ക് സൽബുദ്ധി തോന്നി സത്യത്തിലേക്ക് മടങ്ങുക എന്ന കാര്യം ഉണ്ടാവാത്തതാണ്. അഥവാ അത്തരത്തിലുള്ളവരെ മാത്രമേ അവൻ നശിപ്പിക്കുകയുള്ളൂ. മൂന്നാമതൊരു വ്യാഖ്യാനം കൂടി ഉണ്ട്: അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള ഏതു ജനതയും ഇനി ഭൂലോകത്തേക്ക് മടങ്ങി വരികയില്ല എന്ന കാര്യം ഖണ്ഡിതമാണ് എന്നാണത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ 3 വ്യാഖ്യാനങ്ങളിൽ ഓരോന്നും സ്വീകരിച്ചു കാണാം. മടങ്ങി വരിക എന്നതിനെ വ്യാഖ്യാനിക്കുന്നതിൽ നിന്നാണ് ഈ 3 അഭിപ്രായവും ഉടലെടുക്കുന്നത്. പരലോകത്തേക്കുള്ള മടക്കം, സത്യത്തിലേക്കുള്ള മടക്കം, ഇഹലോകത്തിലേക്കുള്ള മടക്കം, ഇവയിൽ ഏതു മടക്കമാണ് ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത്. ഇതാണ് അവയുടെ പശ്ചാത്തലം. ഏതായാലും ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിനും അവർ മടങ്ങി വരാതിരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാവുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നശിപ്പിക്കപ്പെട്ട ജനത ഈ ലോകത്ത് തന്നെ മടങ്ങി വരുമെന്നാണ് അർത്ഥം. അതല്ല പരലോകത്ത് മടങ്ങി വരുമെന്നാണോ അർത്ഥം? അതല്ല സത്യത്തിലേക്ക് അവർ മടങ്ങി വരുമെന്നാണോ അർത്ഥം എന്നൊന്നും വ്യക്തമല്ല. ഇങ്ങനെ പലതും വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ് മൗലവി ഇവിടെ വിശദീകരിക്കുന്നത്. 96 അങ്ങനെ യജൂജും മൗജൂജും തുറന്നു വിടപ്പെട്ടാൽ അവരാകട്ടെ എല്ലാ കുന്നുകളിൽ കൂടിയും ഓടി വരുന്നതുമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഈ പൊട്ടക്കഥ യജൂജും മൗജൂജും എന്ന് പറയുന്ന ഏതോ ഗോത്ര ജനതയെ മതിൽ കെട്ടി അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നും അവർ ലോകാവസാനത്തിൻ്റെ ലക്ഷണം എന്ന നിലക്ക് അവർ ആ മതിൽ പൊട്ടിച്ച് പുറത്തു ചാടി ലോകം മുഴുവൻ ഓടി വന്ന് നശിപ്പിക്കുമെന്നൊക്കെ പറയുന്ന ഒരു യക്ഷിക്കഥ മുഹമ്മദ് പറഞ്ഞു നടന്നിരുന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ ഈ ഖുർആനിൽ പരത്തി എഴുതി വെച്ചിട്ടുണ്ട്. ചൈനയിൽ വൻമതിലുണ്ടാക്കിയ കഥയും അലക്സാണ്ടർ ലോകം വെട്ടിപ്പിടിച്ച കഥയും അങ്ങനെയുള്ള കുറേ കഥകളും കൂട്ടിച്ചേർത്ത് മുഹമ്മദ് ഇതെല്ലാം കൂടെ ഒന്നാക്കി അവതരിപ്പിച്ചതാണ്. അതും ജൂതന്മാർ സംശയം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് മുഹമ്മദ് കിട്ടിയതൊക്കെ പാടെ കൂട്ടി ഒട്ടിച്ചുണ്ടാക്കിയ ഒരു പൊട്ടക്കഥയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിനൊക്കെ എന്ത് പ്രസക്തിയാണ് ഈ ആധുനിക ലോകത്തുള്ളത്?
ഇന്ന് ഏതെങ്കിലും ഒരു ജനതയെ ഒരു മതിൽ കെട്ടിയിട്ട് ആരെങ്കിലും തടഞ്ഞു നിർത്തിയിട്ടുണ്ടോ ലോകത്ത് എവിടെയെങ്കിലും? അങ്ങനെയൊന്നും മനുഷ്യരെ ഒന്നും മതിൽ കെട്ടി തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഒരു മതിലിൻ്റെ ഉള്ളിൽ തടഞ്ഞു കെട്ടിയാൽ നിൽക്കാവുന്ന രീതിയിലാണോ ഇന്ന് ആധുനിക മനുഷ്യനുള്ളത്? മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും ഉണ്ട്. ഇന്ന് മതിലുകളൊക്കെ അപ്രസക്തമാണ്. വാളും പടച്ചട്ടയും അപ്രസക്തമായതുപോലെ തന്നെ ഇന്ന് മതിലുകളും കെട്ടുകളൊക്കെ അപ്രസക്തമാണ്. അതുകൊണ്ട് ലോകത്ത് എവിടെയും ഒരു ജനതയെയും ആരും മതിൽ കെട്ടി നിർത്തിയിട്ടില്ല. അങ്ങനെ മതിൽ കെട്ടി നിർത്തിയാലും ഇന്ന് അവർക്ക് ഈ മതിൽ ഓട്ട വീണിട്ട് അത് പൊളിയാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ചാടി വരാനുള്ള എല്ലാ വിദ്യകളും ഇന്ന് ലോകത്തുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലത്തോ അവസാനിക്കുമെന്നും ഇതാ മതിലിൻ്റെ ഓട്ടപ്പ വീണിരിക്കുന്നു, ഇതാ യജൂജും മൗജൂജും പാഞ്ഞു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭ്രാന്ത് പിടിച്ച് ഓടി നടന്നിരുന്നു എന്ന് പറയുന്ന ഹദീസും ഖുർആൻ വാക്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭ്രാന്ത് മൂത്ത കഥ പറച്ചിൽ എന്നതിനപ്പുറത്ത് ഇതിനൊക്കെ ഇന്ന് ദൈവം എന്ന് പറയുന്ന കഥാപാത്രം പരിഹസിക്കപ്പെടാൻ ഇടയാവുന്നു എന്നതിനപ്പുറം എന്ത് പ്രസക്തിയാണ് ഇതിനൊക്കെ ഉള്ളത്? 97 യഥാർത്ഥമായ വാഗ്ദാന സമയം അടുത്തെത്തുകയും ചെയ്താൽ അപ്പോൾ അവിശ്വസിച്ചവരുടെ നേത്രങ്ങൾ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. തങ്ങളുടെ നാശം ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ അശ്രദ്ധയിലായിപ്പോയല്ലോ, അതല്ല ഞങ്ങൾ അക്രമികളായിരുന്നു എന്നവർ പറഞ്ഞു പോകും. ഇതൊക്കെ ലോകാവസാനത്തിൻ്റെ ലക്ഷണം പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. 98 അവിശ്വാസികളെ നിശ്ചയമായും നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയും നരകത്തിൻ്റെ ഇന്ധനമായിരിക്കും, നിങ്ങൾ അതിലേക്ക് ചെന്ന് ചേരുന്നവരാകുന്നു. ഇക്കൂട്ടർ ആരാധ്യന്മാരായിരുന്നുവെങ്കിൽ അതിൽ അവർ വന്നു ചേരുകയില്ലായിരുന്നു, എല്ലാവരും അതിൽ നിത്യവാസികളായിരിക്കുന്നതാണ്. ഈ വാക്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള കോമഡികളും ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം എന്ന നിലക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇതിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം തനിക്ക് പറ്റിയ മണ്ടത്തരം മക്കയിലെ ആളുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തുന്ന കോമഡിയുണ്ട്. അള്ളാഹു എന്ന ദൈവം മക്കയിൽ ചെയ്ത ഒരു നെറികേട് മക്കക്കാർ മുഹമ്മദിനെ വിളിച്ചു വരുത്തി വിചാരണ ചെയ്ത് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ആയത്തിറക്കി തിരുത്തുന്ന കോമഡിയും ഉണ്ട്. ആ രണ്ട് കോമഡികൾക്ക്, രണ്ട് തിരുത്തലുകൾക്ക്, അള്ളാഹു എന്ന സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ എല്ലാ പൊള്ളത്തരങ്ങളും പൊളിഞ്ഞ് പാളീസാകുന്ന രണ്ട് തിരുത്തലുകൾക്ക് കാരണമായ വാക്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വായിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളും അതിലടങ്ങിയിട്ടുള്ള കോമഡികളും വിരോധാഭാസങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.